സോ വെൽക്കം ബാക്ക് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നിങ്ങൾ മാജിക് കണ്ടു, ചോദ്യങ്ങൾ ചോദിച്ചു, പരസ്പരം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ? നേർക്ക് നേർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി. ചിലർ ജയിച്ചു, ചിലർ ചെറുതായിട്ട് പരാജയപ്പെട്ടു. സാരമില്ല, മാർക്കുകൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. മാർക്കുകൾ ഇതാണ്. സിയൂസ്, യു ഗോട്ട് 20 marks. Congratulations. Orion, you got 30 marks. Congratulations. Aurora, you got 15 marks. Ajina, you got 30 marks. Very nice. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു. വരമൊഴി. വരമൊഴി എന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്, കാർട്ടൂൺ രചിച്ച പ്രിയപ്പെട്ട കാർട്ടൂണിസ്റ്റുകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദ്യം. വീഡിയോ വാളിൽ ദൃശ്യം നിങ്ങൾക്ക് കാണും. ചോദ്യം കോമൺ ആണ്, എല്ലാവർക്കുമുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ കയ്യിൽ പേപ്പറുണ്ട്, പേനയുണ്ട്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങളുടെ പേപ്പറിൽ. റെഡി? സോ ആദ്യത്തെ കാർട്ടൂൺ നിങ്ങൾ കാണുന്നു ഇവിടെ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന പ്രശസ്തമായ കാർട്ടൂൺ പരമ്പരയിലെ ഒരു പേജാണ് നാം കാണുന്നത് ഇവിടെ വീഡിയോ വാളിൽ. ഒരു കാലത്ത് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന കാർട്ടൂണുകളാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന പരമ്പരയിൽ വന്നിരുന്നത്. ആരാണ് ഇതിൻ്റെ കർത്താവ്? സോ ആദ്യം സിയോസ്, വാട്ട്സ് യുവർ ആൻസർ? അരവിന്ദൻ. ഓറിയോൺ, വാട്ട്സ് യുവർ ആൻസർ? ആർ.കെ. ലക്ഷ്മൺ. ആർ.കെ. ലക്ഷ്മൺ. അറോറ, വാട്ട്സ് യുവർ ആൻസർ? അരവിന്ദൻ. അരവിന്ദൻ. അജീന, വാട്ട്സ് യുവർ ആൻസർ? അരവിന്ദൻ. അരവിന്ദൻ. ജി അരവിന്ദനാണ് കറക്റ്റ് ആൻസർ. ജി അരവിന്ദൻ, പെർഫെക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കാണാം വീഡിയോ വാളിൽ ചിത്രം. കാർട്ടൂൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞു വീഡിയോ വാളിൽ. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്നത് പ്രശസ്തനായ ഒരു മലയാള സാഹിത്യകാരൻ്റെ കാർട്ടൂൺ പരമ്പരയുടെ പേരാണ്. സാഹിത്യരംഗത്തും കാർട്ടൂൺ രംഗത്തും തൻ്റേതായ ശൈലി പടച്ചെടുത്ത ഈ മലയാളി ആരാണ്? സിയോസ്, യു ക്യാൻ സേ. ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ. ഓറിയോൺ, വാട്ട്സ് യുവർ ആൻസർ? ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ. അറോറ, വാട്ട്സ് യുവർ ആൻസർ? ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ. അജീന, വാട്ട്സ് യുവർ ആൻസർ? ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ. 4 പേരും എഴുതിയിരിക്കുന്നത് ഒ.വി. വിജയൻ എന്നുള്ളതാണ്. ഖസാക്കിന്റെ ഇതിഹാസകാരൻ ഒ.വി. വിജയൻ അല്ലേ? പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്, വെരി നൈസ്. നമ്മൾ അടുത്ത കാർട്ടൂണിലേക്ക് പോകുന്നു. കാണാം കാർട്ടൂൺ ഇവിടെ. ഈ കഥാപാത്രങ്ങളെ അറിയാത്തവർ ഇല്ല. പിറവിയെടുത്ത് 50-ലേറെ വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും കാർട്ടൂൺ ഫിലിം രംഗത്ത് ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഈ കഥാപാത്രങ്ങളുടെ സൃഷ്ടിക്ക് പിന്നിൽ 2 വ്യക്തികളുണ്ട്. ഒരാൾ ജോസഫ് ബാർബറയാണ്. രണ്ടാമത്തെ ആൾ ആരാണ്? സോ സിയൂസ്, വാട്ട്സ് യുവർ ആൻസർ? വില്യം ഹന്ന. വില്യം ഹന്ന. ഒറിയോൺ, വാട്ട്സ് യുവർ ആൻസർ? വില്യം ഹന്ന. വില്യം ഹന്ന. അറോറ, വാട്ട്സ് യുവർ ആൻസർ? ബിഗ്സ് ബണ്ണി. ബിഗ്സ് ബണ്ണി. ബിഗ്സ് ബൺ. അജീന, വാട്ട്സ് യുവർ ആൻസർ? വില്യം ഹന്ന. വില്യം ഹന്ന. കറക്റ്റ് ആൻസർ വില്യം ഹന്നയാണ്. കറക്റ്റ് ആൻസർ. ടോം ആൻഡ് ജെറി അല്ലേ? ടോം ആൻഡ് ജെറി കാർട്ടൂണുകളാണ് ഇത്. 1940 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിൽ 114 ടോം ആൻഡ് ജെറി കാർട്ടൂണുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ? 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കാർട്ടൂൺ അല്ല, നേരെ മറിച്ച് ഒരു കാർട്ടൂണിസ്റ്റിനെയാണ്. കാണുക ഇവിടെ. ഈ കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള കാർട്ടൂണിസ്റ്റാണ്. പക്ഷെ ചോദ്യം അതല്ല. ചോദ്യം ഇതാണ്. ചിത്രത്തിൽ കാണുന്നത് ശങ്കർ എന്ന പ്രസിദ്ധനായ ഒരു കാർട്ടൂണിസ്റ്റാണ്. കാർട്ടൂണിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇദ്ദേഹം ആരംഭിച്ച വീക്കിലി വളരെ പ്രസിദ്ധമാണ്. ഏതാണ് ആ വീക്കിലി? Zeus, what's your answer? Shankar's Weekly. Shankar's Weekly. Orion, what's your answer? Shankar's Weekly. Shankar's Weekly. Aurora, what's your answer? Shankar's Weekly. Shankar's Weekly. Ajina, what's your answer? Shankar's Weekly. Shankar's Weekly. എല്ലാം പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്.
വരമൊഴിയിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. കാരണം നിങ്ങൾ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. സോ മാർക്കുകൾ വായിക്കുകയാണ്. സിയൂസിന് കിട്ടിയിട്ടുള്ള 2 റൗണ്ടുകൾ ചേർത്ത് വെച്ചിട്ടുള്ള മാർക്ക് 60 മാർക്ക്. ഓറിയോൺ ഒപ്പത്തിനൊപ്പം നിന്നു, 60 മാർക്ക്. അറോറ ചെറുതായിട്ടൊന്ന് താഴേക്ക് പോയി, 45 മാർക്ക്. മോശമൊന്നുമില്ല. അജീന കുറച്ച് മുകളിലേക്ക് പോയി, 70 മാർക്ക്. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഒരു മാജിക് പഠിപ്പിക്കാമെന്ന്, അല്ലേ? കഴിഞ്ഞ എത്രയോ എപ്പിസോഡുകളിലായിട്ട് മാജിക് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇത്തിരി കള്ളമൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് സത്യമായിട്ട് മാജിക് പഠിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ മാജിക് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് മാജിക് ചെയ്യണം. ഞാനും നിങ്ങൾ മാജിക് ചെയ്യുന്നു, പ്രേക്ഷകർ ടെലിവിഷന് മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ചെയ്യുന്നു. അവരുടെ കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 1 ഗ്ലാസ്, 2 കർച്ചീഫ്, ഏത് നിറത്തിലുള്ള കർച്ചീഫുമാവാം. 2 കർച്ചീഫ്, 1 ഗ്ലാസ്, അതോടൊപ്പം തന്നെ ഒരു റബ്ബർ ബാൻഡ്. ഇത്രയും ഉണ്ടെങ്കിൽ ഗംഭീരമായി ഈ ജാലവിദ്യ അഭ്യസിക്കാം, ജാലവിദ്യ പഠിക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ് പുറത്തേക്ക് എടുക്കാം. ഗ്ലാസ് എടുത്തോ. അതിനകത്തുള്ള റബ്ബർ ബാൻഡ് കയ്യിലുണ്ട്. റബ്ബർ ബാൻഡ് പുറത്തേക്ക് എടുക്കാം. 2 കർച്ചീഫുകൾ കയ്യിലുണ്ട്. പ്രേക്ഷകരോടും പറയുന്നു, എല്ലാവരുടെയും കയ്യിലുള്ള ഗ്ലാസ് കയ്യിലെടുക്കാം. 2 കർച്ചീഫുകൾ എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു റബ്ബർ ബാൻഡും എടുക്കാം. നമ്മളെല്ലാവരും കൂടി ചേർന്ന് മാജിക് ചെയ്യാൻ പോകുന്നു. ആദ്യം ചെയ്യേണ്ടത് കയ്യിലുള്ള 1 നിറത്തുള്ള കർച്ചീഫ് എടുത്തതിന് ശേഷം, കുഞ്ഞ് കർച്ചീഫ് എടുത്തതിന് ശേഷം, ചെറിയ കർച്ചീഫ് എടുത്തതിന് ശേഷം ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് വയ്ക്കുക. സ്വാഭാവികമായിട്ട് ഗ്ലാസിൻ്റെ അടി പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ക്ലോസ്ഡ് ആണ്, അല്ലേ? ഈ ഭാഗം ഓപ്പൺ ആണ്, അല്ലേ? ഇനി ചെയ്യേണ്ടത്, 1 കർച്ചീഫ് എടുക്കുക, 2ാമത്തെ കർച്ചീഫ് എടുക്കുക. കർച്ചീഫ് എടുത്തതിന് ശേഷം ഈ കർച്ചീഫ് കൊണ്ട് ഗ്ലാസിനെ മൂടുക. എന്നിട്ട് അതിന് ടോപ്പിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചോ. ഇനി ചോദ്യം ഇതാണ്, ഗ്ലാസിനകത്ത് കർച്ചീഫുണ്ട്, മുകൾ ഭാഗം നമ്മൾ മൂടി കെട്ടിക്കഴിഞ്ഞ ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടി എങ്ങനെയെങ്കിലും കർച്ചീഫിനെ താഴേക്ക് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതാണ് മാജിക്. സോ ഷോ യുവർ ഹാൻഡ് ലൈക്ക് ദിസ്. താഴേക്ക് പോവാം. ടേക്ക് ദി കർച്ചീഫ് ഔട്ട്. സോ ദാറ്റ് ഈസ് മാജിക്. അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സംശയം ഉണ്ടാവും, ഇതിനകത്ത് ഗ്ലാസിനകത്ത് കർച്ചീഫ് ഉണ്ടോ എന്നുള്ളത്. നോ, ഇറ്റ്സ് എംപ്റ്റി. ഇനി ഈ മാജിക്കിൻ്റെ സൂത്രപ്പണിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. വീണ്ടും ഗ്ലാസിൻ്റെ റബ്ബർ ബാൻഡ് പുറത്തേക്ക് എടുക്കാം. ആദ്യം നിങ്ങൾ ചെയ്തത്, ഓഡിയൻസിനോട് കൂടിയാണ് പറയുന്നത്, പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യുന്നത് ഗ്ലാസിനകത്തേക്ക് കർച്ചീഫ് ഇട്ടു. ഇനിയാണ് മാജിക്കിലെ സൂത്രപ്പണി. ഈ കർച്ചീഫ് കൊണ്ട് നമ്മൾ ഇത് കവർ ചെയ്യുന്ന സമയത്ത് ഗ്ലാസിനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിക്കണം. അപ്പോൾ ഇത് ഈ മറയ്ക്കകത്ത് അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിക്കണം. ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ നിൽക്കുന്നു. സോ ഇവിടെ കവർ ചെയ്യുന്ന സമയത്ത് അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിക്കണം. തിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്ലാസിൻ്റെ വായ്ഭാഗത്താണ് എന്നുള്ള ധാരണയിൽ ബാക്കിൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുന്നു. ഇനി എന്താ മാജിക്കിൽ? കൈ കൊണ്ട് കാണിക്കുന്നു, കർച്ചീഫിനെ പുറത്തേക്ക് എടുക്കുന്നു. പക്ഷേ മാജിക് അവിടെ തീരുന്നില്ല. റബ്ബർ ബാൻഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ ശേഷം പതുക്കെ ഇടത് കൈ ഗ്ലാസിനകത്തേക്ക് പോകുന്നു. കർച്ചീഫിനെ നമ്മളിങ്ങനെ പൊക്കിയെടുക്കുന്ന അതേ സമയത്ത് ഗ്ലാസിനെ വീണ്ടും അപ്സൈഡ് ഡൗൺ ആയിട്ട് വീണ്ടും തിരിക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു, വിഷ് ചെയ്യുന്നു. അപ്പോൾ സന്തോഷമായിട്ട് എല്ലാവരും ജാലവിദ്യ പഠിച്ചു, നിങ്ങളും മാജിക് പഠിച്ചു. കൂട്ടുകാർക്ക് ഈ മാജിക് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാം, നല്ല കയ്യടി വാങ്ങാം. ഇനിയും മാജിക്കുകളുണ്ട്, പഠിക്കാനുണ്ട്, ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം. നാളെ വരെ ഗുഡ് ബൈ. അഷ്ടാംഗ ഹൃദയം എന്ന ആയുർവേദ ഗ്രന്ഥം രചിച്ചതാര്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾ. ചോദ്യം: ഏറ്റവും കൂടുതൽ റോബോട്ടുകളുള്ള രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. ചോദ്യം: വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ജിമ്മി വെയിൽസ്.
ചോദ്യം: ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം: ലിനക്സ് ടോർവാൾഡ്സ്. ചോദ്യം: ടെസ്റ്റ് ക്രിക്കറ്റിൽ 800 വിക്കറ്റ് നേടുന്ന ആദ്യ കളിക്കാരൻ ആരാണ്? ഉത്തരം: മുത്തയ്യ മുരളീധരൻ. Gift courtesy Prince Pattupavada Market Road, Ernakulam. Reha Wedding Center, Logans Road, Talasheri. Ravan Shirts and Candyman Bags.